ബിഗ് ബോസ് മലയാളം സീസൺ 8 ജസ്റ്റ് ഇന്നത്തെ എപ്പിസോഡുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനായിട്ടാണ് വന്നിട്ടുള്ളത്. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷയുടെ രണ്ടാമത്തെ എപ്പിസോഡ് ഇന്ന് നടക്കാൻ പോകുന്ന രണ്ടാമത്തെ എപ്പിസോഡിൽ വളരെ വിചിത്രമായ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതായത് ആദ്യത്തെ ടാസ്ക് കട്ടകൾ അടുക്കി വെക്കുന്ന ടാസ്കിനകത്ത് വൈശാഖ് എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് ആണ് ശരിക്കും ആ ടാസ്ക് വിൻ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നത്. വൈശാഖ് ബസർ ശബ്ദം കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് അലറി വിളിക്കുന്നുണ്ട്, ആക്ഷൻസ് കാണിക്കുന്നുണ്ട്, പുള്ളി വിജയിച്ചു എന്ന് ഉറപ്പിച്ച് നിൽക്കുകയാണ്. ഇതിനിടയിൽ ജഡ്ജസ് പറയുന്നുണ്ട് ഏറ്റവും നന്നായിട്ട് വീഴാതെ ചെയ്ത ആള് എന്നൊക്കെ പറയുമ്പോൾ വൈശാഖ് അവിടെ നിന്ന് തയ്യാറെടുക്കുകയാണ്, തലയാട്ടുകയാണ്, കൈകൂപ്പുകയാണ്, ഉടനെ പുള്ളിയെ വിളിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ പെട്ടെന്ന് ജഡ്ജസ് വിളിക്കുന്നത് വൈശാഖിനെ അല്ല, ഷിജു. അതായത് കട്ടകൾ ബസർ അടിക്കുന്നത് വരെ കൃത്യമായിരുന്നു, അടിച്ചത് ഉടനെയാണ് താഴെ വീഴുന്നത്. സോ ഷിജുവിനായിരുന്നു ആ ഒരു പെൻഡന്റ് കിട്ടുന്നത്. സോ ആ സമയത്ത് അഖിൽമാരാർ ഒരു ബിൽഡപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ദൗർഭാഗ്യം കൊണ്ട് വിജയിച്ച വൈശാഖിനല്ല, പകരം ദൗർഭാഗ്യം കൊണ്ട് കട്ടകൾ വീണുപോയ ഷിജുവിനാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു ബിൽഡപ്പ് ഒക്കെ കൊടുത്താണ് പറയുന്നത്. പെട്ടെന്ന് വൈശാഖിന്റെ മുഖം മാറുന്നുണ്ട്. സോ ആള് ഭയങ്കര സാഡായിട്ട് ആ നിമിഷം നമുക്ക് കാണാം, പുള്ളിയുടെ മുഖമൊക്കെ അങ്ങ് മാറും. അത് കഴിഞ്ഞ് വീണ്ടും ഒരാൾക്ക് കൂടി കൊടുക്കാം എന്ന് ജഡ്ജസ് പറയാണ്. അതായത് ഓൾറെഡി ഒരാൾക്ക് പെൻഡന്റ് കൊടുക്കുന്നു, അടുത്തിനി ഒരാൾക്ക് കൂടി കൊടുക്കാമെന്ന് പറയുന്ന സമയത്ത് വീണ്ടും വൈശാഖിന്റെ മുഖത്ത് ഒരു പ്രതീക്ഷയുടെ ചെറിയ നാളം വരുന്നതായിട്ട് നമുക്ക് കാണാം. അത് ഒരു പ്രതീക്ഷ നാമ്പിടുന്നു. അങ്ങനെ അദ്ദേഹം പ്രതീക്ഷയോടെ കാതോർത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് ജഡ്ജസ് നേരെ ഫോക്കസ് ചെയ്യുന്നത് രാകേഷിലേക്കാണ്. രാകേഷിന്റെ പെർഫോമൻസ്, ആറ്റിറ്റ്യൂഡ്, ആ ഒരു ടാസ്കിനെ മനോഹരമാക്കിയതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജഡ്ജസ് രാകേഷിനാണ് രണ്ടാമത്തെ പെൻഡന്റും കൊടുക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നതോടെ ഏറെക്കുറെ തകർന്നു പോവുകയാണ് നമ്മുടെ വൈശാഖ്. അത് അദ്ദേഹത്തിൻ്റെ മുഖഭാവങ്ങളിൽ വ്യക്തമാണ്. ഇത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് വൈശാഖിന് കൊടുത്തില്ല എന്ന് അഖിൽമാരാർ പറയുന്നുണ്ട്. ഒരു ഓറഞ്ച് കട്ട, ഒരു വലിപ്പമുള്ള ഒരു ഓറഞ്ച് കട്ട പുള്ളി വച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അതിപ്പോൾ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. പലരുടെയും കട്ടകൾ അവിടെ താഴെ കിടക്കുന്നുണ്ടായിരുന്നു, ഈവൻ രാകേഷിൻ്റെ ഉൾപ്പെടെ. എന്താണെങ്കിലും അത് ജഡ്ജസിൻ്റെ ഡിസിഷനാണ്. ഇന്നത്തെ എപ്പിസോഡ് കണ്ട പ്രേക്ഷകർ നിങ്ങളുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. പക്ഷെ ഇവിടെ വൈശാഖ് വളരെ പ്രതീക്ഷയോടെ കാത്തു നിന്നിട്ട് അവസാനം മൂപ്പർക്കൊന്നും കിട്ടിയില്ല, നിരാശയോടെ മടങ്ങേണ്ടി വന്നു. എപ്പിസോഡ് കാണാത്തവർ ഇന്നത്തെ എപ്പിസോഡ് TV-യിൽ സംപ്രേഷണം ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും തുടക്കത്തിൽ അതൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് മനസ്സിലാവും ഒരു മനുഷ്യൻ്റെ ഓവർ കോൺഫിഡൻസ്, പെട്ടെന്നത് ഒന്നും കിട്ടില്ല എന്നുണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന നിരാശ, അതെല്ലാം നമുക്ക് ഇന്ന് വൈശാഖിലൂടെ കാണാൻ കഴിയും. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും എത്താം.